മലക്കം മറിഞ്ഞും അസ്വസ്ഥനായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പോകുന്ന വഴിയിൽ കൊച്ചിയിൽ ഉള്ളതുകൊണ്ടാണ് നിക്ഷേപകനെ കണ്ടതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മലക്കം മറിച്ചിൽ. നിക്ഷേപകനെ കാണാൻ വേണ്ടിയായിരുന്നു വന്ദേ ഭാരത് ഒഴിവാക്കി ഹെലികോപ്റ്ററിൽ പോയതെന്നായിരുന്നു ആദ്യവാദം. ഒപ്പം പുനർജനി പ്രകാരം എത്ര ഫണ്ട് പിരിച്ചു, എത്ര ഫണ്ട് ചെലവാക്കി എന്ന ചോദ്യവും മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കി. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് പറഞ്ഞത് അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് വിഷയം ചൂടാറാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നും മാധ്യമപ്രവർത്തകർ നിക്ഷേപകനെ കാണാൻ പോയതിന്റെ സാഹചര്യം ചോദിച്ചു. അന്ന് പറഞ്ഞത് മറന്നുപോയിട്ടാണോ എന്നറിയില്ല. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതിൽ നിന്നും മലക്കം മറിഞ്ഞുള്ള ഉത്തരമാണ് ഇന്ന് നൽകിയത്. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട വേറെ ഒന്നും. ഇനി അടുത്ത ആഴ്ച ചോദിക്കുമ്പോൾ ആ നിക്ഷേപകൻ തന്നെ ഉണ്ടാകുമോ എന്നതാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. പുനർജനി കേസ് അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എല്ലാ റിപ്പോർട്ടുകളും കഴിഞ്ഞ സർക്കാരിന്റെ സമയത്താണ് സമർപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു റിപ്പോർട്ടിലും തനിക്കെതിരെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് കേസ് അവസാനിപ്പിക്കാൻ ഈ സർക്കാർ തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതേസമയം പുനർജനിയുമായി ബന്ധപ്പെട്ട് എത്ര തുക പിരിച്ചെന്നോ എത്ര ചെലവാക്കിയെന്നോ ഉള്ള ചോദ്യത്തോട് തീർത്തും അസഹിഷ്ണുതയോടെയും അവഗണനയോടെയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ സമീപനം. അതെല്ലാം കറക്റ്റായിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്, അതെല്ലാം വിജിലൻസിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടർമാരെ പകർത്തുന്നതിന് വേണ്ടി പ്രത്യേക ക്യാമറയും ഇത്തവണ സജ്ജമാക്കിയിരുന്നു. മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുന്ന ഹാളിലായിരുന്നു ക്യാമറ സജ്ജമാക്കിയത്. എന്നാൽ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ക്യാമറ മാറ്റുകയായിരുന്നു. കൈരളിയും ദേശാഭിമാനിയുമാണ് തന്റെ വാർത്താസമ്മേളനം അലങ്കോലപ്പെടുത്തുന്നത് എന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി നിരന്തരം ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഈ പുതിയ നീക്കങ്ങളും നടന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.